ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ചില ഒരു ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമായിട്ട് വീണ്ടും ദൈവവചന പഠനത്തിനായിട്ട് ഒന്നിച്ച് കൂടി വന്നിരിക്കുകയാണ്. റോമാലേഖനത്തിൽ നിന്ന് നമ്മൾ തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്ന വചനങ്ങൾ എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഞാൻ കരുതുന്നു ഈ ബൈബിൾ പഠന പരമ്പര ഈ ലൈവിൽ ഇപ്പോൾ കേൾക്കുന്നവർ മാത്രമല്ല, പിന്നീട് ഈ യൂട്യൂബിലൊക്കെ കാണുന്നവരുണ്ട്. എല്ലാവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നീട് പല അവസരങ്ങളിൽ ഇത് പലയിടത്തുനിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന്, പലയിടങ്ങളിൽ നിന്ന് ആൾക്കാർ കാണുകയും വീക്ഷിക്കുകയും ചെയ്യുന്നതായിട്ട് അറിയാനായിട്ട് ഇടയായി തീർന്നു. അനേകർ അതിൻ്റെ റെസ്പോൺസ് പറയുന്നത് ഞാൻ കേൾപ്പാനായിട്ട് ഇടയായി തീർന്നു. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. അങ്ങനെയുള്ളവരെയും ഈ നിമിഷത്തിൽ ഞങ്ങൾ ഗ്രീറ്റ് ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവവചന പഠനം നമുക്കൊന്നും നഷ്ടമായി തീരുകയില്ല, എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. റോമാലേഖനം ഞാൻ പറഞ്ഞു, നമ്മൾ വളരെ വാക്യമായിട്ട് ഓരോ ഭാഗങ്ങൾ എടുത്തെടുത്താണ് സംസാരിച്ച് പോകുന്നത്. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് 2 വാക്യങ്ങളാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. ഇതിൻ്റെ അവസാനമായിട്ട് നമുക്ക് YP-യുടെ ഒരു പ്രോഗ്രാം കൂടിയുണ്ട്. അത് ഞാനിപ്പോൾ ഇത് നമ്മൾ റെക്കോർഡഡ് പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. അതിനുശേഷമായിട്ട് ഈ ബൈബിൾ സ്റ്റഡിക്ക് ശേഷമായിട്ട് ഞാൻ ആ കാര്യങ്ങൾ പറയുന്നതായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇന്ന് ദൈവസ്ഥലം നമ്മൾ ഒന്നിച്ച് ആയിരിക്കുമ്പോൾ റോമാലേഖനം 1 മുതൽ 15 വരെ വാക്യങ്ങൾ നമ്മൾ ഇതിനോടകം ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന വേദഭാഗം റോമാലേഖനം 16, 17 വാക്യങ്ങൾ. 2 പ്രധാനപ്പെട്ട വാക്യമാണ് നമ്മൾ റോമാലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 2 വാക്യങ്ങൾ, അതായത് 16, 17 വാക്യങ്ങളാണ് നോക്കുന്നത്. ഈ വാക്യം പൗലോസ് തന്നെക്കുറിച്ചുള്ള ഒരു വലിയ പ്രസ്താവനകൾക്ക് ശേഷമായി, തൻ്റെ സന്ദേശത്തിനെ കുറിച്ചുള്ള ഒരു ആമുഖം നൽകിയതിന് ശേഷമായി, തൻ്റെ സുവിശേഷത്തിൻ്റെ അല്ലെങ്കിൽ താൻ പറയുന്ന സുവിശേഷത്തെ ഒറ്റ വാക്കിൽ സമാഹരിച്ചാൽ, സമ്മറൈസ് ചെയ്താൽ എന്തായിരിക്കും എന്നുള്ളതാണ് 16, 17 വാക്യങ്ങളിൽ താൻ പറയുന്നത്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നല്ലോ. അതിനുശേഷം വീണ്ടും പറയുന്നു, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായ വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നല്ലോ. നമ്മൾ വായിച്ചത് റോമൻസ് ചാപ്റ്റർ 1, 16 and 17. ചാപ്റ്റർ 1 verse 16 and 17. സോ ദിസ് പർട്ടിക്കുലർ വേഴ്സ്, ഈ ഒരു 2 വാക്യം, ഇറ്റ്സ് എ ക്ലിയർ സമ്മറി ഓഫ് വാട്ട് Paul is trying to say as gospel of God. ദൈവത്തിന്റെ സുവിശേഷം, യേശുവിന്റെ സുവിശേഷം, gospel of Jesus Christ. ഞാൻ ആദ്യ ക്ലാസ്സുകളിൽ ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്. റോമാലേഖനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ റെപ്ലിക്ക ഓർ ഇറ്റ്സ് എ റിപ്പീറ്റേഷൻ ഓർ ഇൻ അതർ സെൻസ് വി ക്യാൻ സേ റോമൻസ് ഈസ് എ റീപ്രസന്റേഷൻ ഓഫ് ദി ഗോസ്പൽ ഇറ്റ്സെൽഫ്. കർത്താവിന്റെ സുവിശേഷത്തെക്കുറിച്ച്, അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ 4 സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നു. ഈ സുവിശേഷത്തിന്റെ ഒരു റിപ്പീറ്റേഷൻ, അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടെ ദൈവശാസ്ത്രപരമായി അതിനെ കുറച്ചുകൂടെ വ്യാഖ്യാനിക്കുന്നതാണ് റോമാലേഖനം. സോ പൗലോസിന്റെ സുവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട സമ്മറിയാണ് ഈ 2 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, പ്രധാനപ്പെട്ട ഒരു വസ്തുത നമ്മളിവിടെ കാണുന്നത്, പൗലോസ് പറയുന്നത്, ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ഗോസ്പൽ. അതിന്റെ അർത്ഥം, ഗോസ്പൽ ഇസ് വർത്ത് ഷെയറിങ്. ഇത് മറ്റുള്ളവരോട് പറയാൻ ഏറ്റവും യോഗ്യമായതാണ്. ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇത് പൗലോസ് പറയുന്ന പശ്ചാത്തലമാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ വാക്യത്തിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിയുന്നത്. പൗലോസ് എന്തുകൊണ്ടാണ് പറയുന്നത് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല? ഈ പൗലോസ് ഇത് റോമാ സഭയോട് പറയുമ്പോൾ അതിന്റെ പിന്നിൽ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. സോ വൈ പോൾ ഈസ് നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ? ഈ സുവിശേഷത്തെ കുറിച്ച് എന്തുകൊണ്ട് പൗലോസിന് ലജ്ജയില്ല? ഞാൻ പറഞ്ഞല്ലോ, ഈ കോണ്ടെക്സ്റ്റിലേക്ക്, റോമിന്റെ കോണ്ടെക്സ്റ്റിലേക്ക് ചെല്ലുമ്പോൾ, അതിന്റെ പശ്ചാത്തലത്തിലേക്ക് ചെല്ലുമ്പോഴാണ് പൗലോസ് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല എന്ന് പറയാൻ തന്നെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതൊന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ആ വാക്യങ്ങളിലേക്ക് കടക്കാം. ഒന്ന്, ഞാൻ പ്രാരംഭ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടെ ആവർത്തിക്കാം. റോമൻ കണ്ടീഷൻ, particularly in respect to the moral condition of the Rome.
വാസ് എ വെരി പത്തറ്റിക് സിറ്റുവേഷൻ. എന്ന് പറഞ്ഞാൽ നീറോ ചക്രവർത്തി ഭരിക്കുന്ന ഒരു സമയം. ഇറ്റ് വാസ് എ ടൈം വെൻ നീറോ വാസ് ഗവേണിംഗ് ദി എൻറ്റയർ റീജിയൻ, ഇൻക്ലൂഡിംഗ് ദി ജൂയിഷ് പ്രൊവിൻസ് ആൻഡ് ദി റോമൻ പ്രൊവിൻസ് ഓർ റോമൻ ടെറിട്ടറി ഓർ റോമൻ എംപയർ എന്ന് നമുക്ക് പറയാം. സോ മോറൽ കണ്ടീഷൻ വാസ് വെരി 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 ഈവിൾ. ചുറ്റുപാടും മ്ലേച്ഛതകൾ നിറഞ്ഞു നിൽക്കുന്നു, അല്ലെങ്കിൽ സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്ന ഒരു പരിസ്ഥിതി. ആരും വിശുദ്ധിയുടെ മണ്ഡലത്തിൽ സഞ്ചരിക്കുന്നില്ല. അസന്മാർഗിക മണ്ഡലത്തിലൂടെ, പാപത്തിന്റെ വഴിയിലൂടെയും സുവിശേഷത്തിന് ഒരിക്കലും വിളഞ്ഞ ഒരു സ്ഥലമല്ല, അല്ലെങ്കിൽ വിളഞ്ഞ ഒരു പ്രദേശമല്ല, വിളഞ്ഞ ഒരു സാഹചര്യമല്ല. ചുറ്റുപാടും എന്ത് നിറഞ്ഞു നിൽക്കുകയാണ്? മ്ലേച്ഛത നിറഞ്ഞു നിൽക്കുന്നത്. നീറോ ചക്രവർത്തിയുടെ കാലത്ത് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന മ്ലേച്ഛതയുടെ ഒരു കാലഘട്ടത്തിലാണ് പൗലോസ് സുവിശേഷത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കർത്താവിന്റെ സുവിശേഷവുമായി അവരുടെ അടുക്കിലേക്ക് ചെല്ലുന്നത്. ആർക്കും സുവിശേഷം കേൾക്കാൻ അവരുടെ കാതുകൾ തയ്യാറാകുന്നില്ല. ആരും ഈ സുവിശേഷത്തെ ഏറ്റെടുക്കുന്നില്ല. ഒരു കാര്യം പറഞ്ഞാൽ നീ എന്താടാ പറയുന്ന എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു പശ്ചാത്തലം. സോ ഒരു പരുവത്തിനും തന്റെ സുവിശേഷം, കർത്താവിന്റെ സുവിശേഷം അറിയിക്കാൻ പറ്റുന്ന ഒരു സാമൂഹിക പശ്ചാത്തലമേ അല്ല റോമിൽ ഉണ്ടായിരിക്കുന്നത്. സോ ദ മോറൽ കണ്ടീഷൻ ഓഫ് റോം വാസ് വെരി വെരി ഈവിൾ. അതാണ് പൗലോസ് ഈ സുവിശേഷം എനിക്ക് അറിയിക്കുന്ന ലജ്ജയില്ല എന്ന് പറയാനുള്ള ഒരു കാരണം, റോമൻ സാമ്രാജ്യം ഒരിക്കലും ഈ സുവിശേഷത്തിന് വിളഞ്ഞു കിടക്കുന്നില്ല. അവിടെ നീറോ ചക്രവർത്തിയുടെ ഭരണവും അതിനോട് ചേർന്നിരിക്കുന്ന ജാതീയ അനുഭവങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ്. സുവിശേഷം ആരും അംഗീകരിക്കുന്നില്ല. അതൊന്നാണെങ്കിൽ. രണ്ട്, ഇത് പറയുന്ന വ്യക്തി ഒരു യഹൂദനാണ്. പൗലോസിനെ സംബന്ധിച്ച് താൻ യഹൂദനായിരിക്കുമ്പോൾ റോമൻ ഭരണാധികാരികൾ, അല്ലെങ്കിൽ റോമൻ ഭരണകാലഘട്ടത്തിൽ യഹൂദന്മാർക്ക് വളരെ നീചമായ സ്ഥാനമാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ റോമൻ ഭരണാധികാരികളുടെ അധീനതയിലും അവരുടെ ഔദാര്യത്തിലും ജീവിക്കുന്നവരാണ് യഹൂദന്മാർ. അവരെ സംബന്ധിച്ച് ഒരു രണ്ടാംകിട പൗരന്മാരാണ്, അല്ലെങ്കിൽ രണ്ടാംകിട ആൾക്കാരാണ് ഈ യഹൂദന്മാരെന്ന് പറയുന്നത്. അവർക്ക് പ്രത്യേക പ്രിവിലേജസ് ഇല്ല, പ്രത്യേക അംഗീകാരങ്ങളില്ല. അവർ പറയുന്നത് ഒരു നോർമൽ കണ്ടീഷനായിട്ട് ആരും അംഗീകരിക്കത്തില്ല. യഹൂദന്മാർക്കെതിരെ ശക്തമായ പീഡകൾ അയക്കപ്പെടുന്ന സമയം, യഹൂദന്മാരുടെ വാക്കുകൾ കേൾക്കാതിരിക്കുന്ന സമയം, പലരെയും അടിമകളാക്കി കൊണ്ടുപോകുന്ന സമയം, പലരും അനേകരുടെ വീട്ടിൽ അടിമകളായിട്ട് ജോലി ചെയ്യുന്ന സമയം. അപ്പോൾ യഹൂദന്മാരുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വളരെ നിലവാരം കുറഞ്ഞ ഒരു സ്ഥാനത്താണ് റോമൻ ഭരണകാലത്ത് യഹൂദന്മാരായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു യഹൂദൻ ഈ സുവിശേഷവുമായിട്ട് ചെന്നാൽ, ഈ സുവിശേഷമായി മറ്റൊരാളുടെ അടുക്കിലേക്ക് വന്നാൽ, ആരാണ് ആ സുവിശേഷം അംഗീകരിക്കുന്നത്? നീ ഒരു അടിമയായിരിക്കുന്നവൻ, അല്ലെങ്കിൽ പുറജാതിക്ക്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ സ്റ്റാറ്റസ് കോ ഇല്ലാത്ത ഒരാള്, നീ എന്താണ് പറയാൻ പോകുന്നത്? നിന്റെ സുവിശേഷം ഞങ്ങൾക്ക് കേൾക്കണ്ട. സോ ബീയിങ് എ ജൂ, പോൾ വാസ് റെസ്ട്രിക്റ്റഡ്. റോമൻ പ്രൊവിൻസിൽ ഒരു യഹൂദൻ എന്ന നിലയിൽ പൗലോസിന് സ്വാധീനമില്ല. അപ്പോൾ അങ്ങനെ ഒരു പരിസ്ഥിതിയിലും പൗലോസിന് പറയാൻ കഴിയുന്നു, ഈവൻ ദോ ബീങ് ആൻ Jew, my identity restrict me from sharing the gospel, but I am not ashamed of the gospel. ഈ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ബിക്കോസ് അതിന്റെ അടുത്ത തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അതിന്റെ മാഹാത്മ്യം പൗലോസ് വരച്ചു കാട്ടും. സോ ഐ എം ജസ്റ്റ് ബ്രിങ്ങിങ് ദി ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഒന്ന്, മോറൽ കണ്ടീഷൻ ഓഫ് ദി ഡേ വാസ് വെരി ഇമ്മോറൽ, ഇറ്റ് വാസ് വെരി ഈവിൾ. രണ്ട്, പോൾ വാസ് എ ജൂ. ഒരു യഹൂദന്റെ വായിൽ നിന്ന് കേൾക്കുന്നത് ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ആൻഡ് ദ തേർഡ് തിങ്, what they are trying to say, the gospel was unbelievable. എന്താണ് അവർ പറയുന്നത്? ഏതോ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ വളരെ നീചനായി കാണപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്ത, റോമൻകാരുടെ കണ്ണിൽ നോക്കുമ്പോൾ ഒരു കുറ്റവാളിയായി കാണപ്പെട്ട, രാജ്യദ്രോഹിയായി കാണപ്പെട്ട, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിൽ മതസ്പർദ്ധയും അതുപോലെ തന്നെ അവരുടെ ഇടയിൽ ഡിസ്യൂണിറ്റി കൊണ്ടുവരാൻ ആഗ്രഹിച്ച വ്യക്തിയായിരിക്കുന്ന ഈ യേശുവിനെ കുറിച്ച് പറയുന്ന സുവിശേഷവും അതല്ല. അവർ പറയുന്നത് യേശു മരിച്ചെന്നും, മരിച്ച യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റെന്നും, അവൻ സ്വർഗത്തിലേക്ക്
പോയെന്നും ആ യേശു വീണ്ടും മടങ്ങി വരുമെന്ന് ആർക്ക് വിശ്വസിക്കാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. അവരെ സംബന്ധിച്ച് ഒരു കൾട്ട് എന്ന പോലെ നിലയിൽ ഈ യേശുവിന്റെ സുവിശേഷം അവർക്ക് തോന്നി. കാരണം അവർ പറയുന്നത് ഏതോ ഒരു കാലത്ത് ജീവിച്ചിരുന്നതായ ഒരു റെവല്യൂഷണറി അല്ലെങ്കിൽ ഒരു വലിയ വിപ്ലവകാരി, അവരെ ഇവരെല്ലാവരും ദൈവമായി കാണുന്നു. ആ ദൈവം മരിച്ചെന്ന് പറയുന്നു, മരിച്ചിട്ട് ആ ദൈവം ഉയർത്തെഴുന്നു വരുന്നു, ആ ദൈവം സ്വർഗത്തിലേക്ക് പോയെന്ന് പറയുന്നു, അവൻ വീണ്ടും വരും, അവനെ വിശ്വസിക്കണമെന്ന് പറയുന്നത് വാട്ട്സ് എ കൈൻഡ് ഓഫ് എ വളരെ ഫണ്ണി ആയിട്ടുള്ള, വളരെ ക്രേസി ആയിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് ആ കാലഘട്ടത്തിൽ റോമൻ പശ്ചാത്തലത്തിൽ, റോമൻ കാലഘട്ടത്തിൽ സുവിശേഷം ആളുകൾ, അതല്ലെങ്കിൽ ഈ പറയുന്ന സുവിശേഷത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നു. സോ ദ ഗോസ്പൽ വാസ് കൈൻഡ് ഓഫ് എ അൺബിലീവബിൾ ഫാക്ട്. അവരുടെ ഇടയിൽ ഈ സുവിശേഷം ഒരിക്കലും ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ക്രിമിനലായി മരിക്കപ്പെട്ട ക്രിമിനൽ, നമുക്കറിയാമല്ലോ, നമ്മൾ പല ഈ കഴിഞ്ഞിടങ്ങളിലൊക്കെ ഒത്തിരി പത്രമാധ്യമങ്ങളിലൂടെ ഒത്തിരി വാർത്തകൾ കേട്ടു, ഭീകരവാദവും അതുപോലുള്ള വിഷയങ്ങളെല്ലാം കേട്ടു. സോ അവരെ സംബന്ധിച്ച് എ കൈൻഡ് ഓഫ് എ റെവല്യൂഷണറി ഗറീലിയൻ വാർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു 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 വിപ്ലവകാരിയായിരിക്കുന്ന ഒരു വ്യക്തി, കൈൻഡ് ഓഫ് ഒരു കൾട്ട് ഉണ്ടാക്കിയതായ വ്യക്തി, ഇങ്ങനെ ഒരു വ്യക്തിയുടെ പഠിപ്പിക്കൽ is not very relevant, unbelievable. So gospel was treated as an unbelievable fact. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ പൗലോസ് പറയുകയാണ്, നോ, ഐ ആം നോട്ട് ashamed of sharing the gospel, ashamed of gospel, even though that gospel may not be believable to many. പലർക്കും ഇത് കേട്ടാൽ വിശ്വസിക്കാൻ കഴിയാത്തതാകയാലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഈ സുവിശേഷത്തെ ഓർത്ത് ലജ്ജിക്കുന്നില്ല. ഇന്നും നമ്മുടെ പല മണ്ഡലത്തിലും, നമ്മുടെ മിഷൻ കോൺടെക്സ്റ്റിലൊക്കെയും നമ്മൾ പലപ്പോഴും സുവിശേഷത്തെ ആരും അംഗീകരിക്കുന്നില്ല, സുവിശേഷം ആരും വിശ്വസിക്കുന്നില്ല. അനേകിടങ്ങളിൽ പീഡനങ്ങളും, അനേകിടങ്ങളിൽ ഉപദ്രവങ്ങളും, അനേകിടങ്ങളിൽ പെർസിക്യൂഷൻസ് ഒക്കെ നമ്മൾ കാണുന്നു. ആർക്കും ഈ സുവിശേഷം സത്യമാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിന്റെ മറവിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു, അതിന്റെ മറവിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. എന്നാലും പ്രൈസ് ദി ലോർഡ്, പൗലോസ് പറയുകയാണ്, എത്ര ആളുകൾ വിശ്വസിച്ചില്ലായാലും, ഞാൻ പറയുന്നത് ഒരാൾ കേട്ടാലും അവൻ വിശ്വസിച്ചില്ല, ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ്. ഞാൻ സുവിശേഷം പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല, സുവിശേഷം പറയുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നില്ല. സി, അപ്പോൾ ഇതാണ് പൗലോസിനെ സംബന്ധിച്ച് സുവിശേഷത്തെ കുറിച്ച് തനിക്ക് ലജ്ജയില്ല എന്ന് പറയാൻ ഉണ്ടായേക്കാം. നാലാമത്തെ ഒരു റീസൺ ഇവിടെ പറയുന്നത്, പോളിന്റെ സുവിശേഷത്തിൽ, അല്ലെങ്കിൽ പൗലോസിന്റെ ലേഖനങ്ങളിൽ ഉടനീളം ഹീസ് പ്രസന്റിങ് ദി ക്രോസ്, ക്രൂശിതനായ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. ഹി ഈസ് നോട്ട് പ്രസന്റിങ് ദി ക്രൈസ്റ്റ് ഓഫ് ദി ഹിസ്റ്ററി, ക്രൈസ്റ്റ് ഓഫ് ദി ടൈംസ്, ഹിസ്റ്ററിയിലെ യേശുവിനെ അല്ല. ഹി ഈസ് ട്രൈങ് ടു ഡിസ്ക്രൈബ് ദ ക്രൈസ്റ്റ് ഹു ഈസ് ക്രൂസിഫൈഡ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പൗലോസ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ക്രോസ് ഈസ് എ എംബ്ലം. പിന്നീടാണ് ക്രൂശ് ഭയങ്കര ഒരു വിശുദ്ധമായ ഒരു സിംബലായി മാറുന്നത്. ബട്ട് അക്കോർഡിംഗ് ടു ദി റോമൻ ആൻഡ് ജൂയിഷ് കസ്റ്റം, ക്രോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് കേഴ്സ്. ശാപത്തിന്റെ ചിഹ്നമാണ് കുരിശ്, ശാപത്തിന്റെ അടയാളമാണ് ക്രൂശ്. ക്രൂശിൽ മേൽ കയറുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് വിശ്വസിക്കുന്ന സമൂഹമാണ് ബോത്ത് ജ്യൂസ് ആൻഡ് റോമൻസ്. അപ്പോൾ അവര് ഏറ്റവും ഉഗ്രമായ കുറ്റവാളികളായവരെ ശിക്ഷിക്കുന്ന ശിക്ഷാമുറകളിൽ ഒന്നാണ് ക്രൂശിച്ചു കൊല്ലുക എന്ന് പറയുന്നത്. സോ ദ വൺ ഹു ഹാസ് ക്ലൈംബഡ് ഓൺ ദ ക്രോസ് ഈസ് കൺസിഡർഡ് ആസ് എ cursed person. അപ്പോൾ ഏറ്റവും തരം താണപ്പെട്ട, ഏറ്റവും നീചനാകപ്പെട്ട, ക്രൂശിൽ കയറ്റപ്പെട്ട ഒരുവന്റെ അനുഭവത്തെയാണ്, അല്ലെങ്കിൽ അതിനെയാണ് സുവിശേഷമെന്ന് ഇവർ പ്രസന്റ് ചെയ്യുന്നത് കൊണ്ട്, ഈ ക്രൂശിതനായ, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടവൻ എന്ന ഒരു പേരുള്ളവൻ, ക്രൂശിൽ കിടന്നവൻ എന്ന പേരുള്ളവൻ, ക്രൂശിതനായ അല്ലെങ്കിൽ ക്രൂശിനെ കുറിച്ച് ഉള്ള സന്ദേശം, ദ പ്രീച്ചിങ് അബൌട്ട് ദി ക്രോസ് വാസ് റിയലി റെഡിക്യുലിംഗ്. അത് അവരെ സംബന്ധിച്ച് കളിയാക്കുന്നത്, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് ദി മെസ്സേജ് ഓഫ് ദി ക്രോസ്. കാരണം ക്രോസ് ഇസ് നോട്ട് an emblem of peace. Cross is not an emblem for them, for according to them as a emblem of blessing. It's an emblem of curse. അപ്പോൾ അവർ പറയുന്നത്, ഈ ക്രൂശിക്കപ്പെട്ട, ശപിക്കപ്പെട്ട, ശാപം വഹിച്ചവന്റെ വാക്കുകൾ how could be as a good news?
അതെങ്ങനെയാണ് ഒരു നല്ല സുവിശേഷമായി മാറുന്നത്, അല്ലെങ്കിൽ സുവിശേഷം, ദ ഗുഡ് ന്യൂസ് എങ്ങനെയാണ് അതായി മാറുന്നത്? സോ ദീസ് ആർ ദി സർക്കംസ്റ്റാൻസസ് റിവോൾവിങ് അറൌണ്ട് പോൾ. അപ്പോൾ പോൾ ഇതെല്ലാം മനസ്സിൽ കണ്ടിട്ട്, പോൾ ഇതെല്ലാം ഈ സാഹചര്യങ്ങളെ എല്ലാം മുന്നിൽ കണ്ടിട്ട്, ഇത്രയുമുള്ള വളരെ നെഗറ്റീവ് സിറ്റുവേഷൻസ് തൻ്റെ മുന്നിലുള്ളപ്പോൾ, ഹീ ഈസ് ട്രൈങ് ടു സേ, ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദി ഗോസ്പൽ. ഞാൻ ഈ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കുന്നില്ല. ഇറ്റ്സ് വർത്ത് ഷെയറിങ്. ഇത് പങ്കുവെക്കപ്പെടാൻ കഴിയുന്നതാണ്. ദിസ് ഈസ് വർത്ത് ഷെയറിങ്. സോ the conditions, the moral condition that is of the Roman Empire, it's not very fertile for the gospel. Paul, being as a Jew, is a very a status quo, legal status is very low for being a Jew, and the words coming from a Jew is not even admirable and respectable. Gospel was something unbelievable, sarcastic, and adinathe content is very scary and crazy. And Paul is also preaching about the symbol of curse, that is cross. So these factors make Paul to എന്താ പൗലോസിനെ അതിൽ നിന്ന് പിൻവാങ്ങാനായി, സുവിശേഷത്തിൽ നിന്ന് പിൻവാങ്ങാനായി തന്നെ പ്രേരിപ്പിക്കുമ്പോൾ, പൗലോസിന്റെ വാക്ക് വളരെ ഡിറ്റർമിൻഡ് ആണ്. ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദി ഗോസ്പൽ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദിസ് മേ ബി എ സിമിലർ സർക്കംസ്റ്റാൻസസ് ഫോർ അസ്. ഈ സുവിശേഷം വർത്താണ്. അത് പങ്കുവെക്കപ്പെട്ടാൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അത് പങ്കുവെക്കപ്പെട്ടാൽ രൂപാന്തരമുണ്ട്. എന്നാൽ മേ ബി ദ കോണ്ടെക്സ്റ്റ് ഇസ് ഡിഫറൻസ്. നമ്മുടെ ചുറ്റുപാടുമുള്ളത് ദ മോറൽ കണ്ടീഷൻസ് വിൽ ബി വെരി ഈവിൾ. മാത്രമല്ല, നമ്മുടെ സുവിശേഷം ഒരുപക്ഷെ ആരാണിത് പറയുന്നത്? നമുക്ക് യാതൊരു സ്ഥാനമില്ല. വി ഡോണ്ട് ഹാവ് എനി പവർ, വി ഡോണ്ട് ഹാവ് എനി പൊസിഷൻ. അതുകൊണ്ട് വളരെ നിസ്സാരന്മാരായ നമ്മൾ പറയുന്ന സുവിശേഷം അത് ആളുകളിൽ ചലിപ്പിക്കുമോ എന്ന് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു സെലിബ്രിറ്റി പറഞ്ഞാൽ ചിലപ്പോൾ ആളുകളും കേൾക്കുമായിരിക്കാം. അല്ലെങ്കിൽ ഒരു മന്ത്രിയോ അതുപോലെ ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഒരാള് ഞാൻ ഈ സുവിശേഷത്തെ വിശ്വസിക്കുന്നു, നിങ്ങളും വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ സംബഡി വിൽ ഫോളോ ദാറ്റ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാൻ അസോസിയേഷൻ ഉള്ളവർ ഞാൻ ഇന്ന് മുതൽ യേശുവിനെ വിശ്വസിക്കുന്ന കുറെ പേര് പുറകെ പോകാൻ കാണും. എന്നാൽ ഞാനും നിങ്ങളും ഒരു സിഗ്നിഫിക്കൻ്റ് അല്ലാത്ത ആളുകൾ മൈ ബി നമ്മൾ വളരെ ചലഞ്ചിങ് ആണ് നമുക്ക് സുവിശേഷം. സോ ഈവൻ ദോ വാട്ട് എവർ ബി ദ സർക്കംസ്റ്റാൻസസ്, എന്ത് സാഹചര്യമാണേലും ദ ഡിറ്റർമിനേഷൻ ഈസ് യെസ്, ദി ഗോസ്പൽ ഈസ് വർത്ത് ഷെയറിങ്. അത് പങ്കുവെക്കപ്പെടാൻ യോഗ്യതയുള്ളതാണ്, യോഗ്യമാതാണ്. സോ ഐ ആം നോട്ട് അഷെയിംഡ്. Paul's preaching of cross is also considering him not to set back, but I am worthy to share the things which is the message of the cross. So these are the background which led Paul to say that I am not ashamed of the gospel. Engil, then we have to check out what are the real essence of that gospel that made you to say that I am not ashamed. പൗലോസേ, നിനക്ക് ഈ സുവിശേഷം ലജ്ജ കൂടാതെ പറയാൻ, അല്ലെങ്കിൽ സുവിശേഷത്തെ കുറിച്ച് നിനക്ക് ലജ്ജയില്ല. യെസ്, we came to know that this was the background that you are trying to say, but what made you to say regarding the gospel? ഈ സുവിശേഷം പങ്കുവെക്കാനുള്ള ധൈര്യം എന്താണ്? ഈ സുവിശേഷം പറയാനുള്ള നിന്റെ അതിന്റെ പിന്നിലെ ഇൻഫ്ലുവൻസ് എന്താണ്? ചേതോവികാരം എന്താണ് എന്ന് പറയുമ്പോൾ അടുത്ത രണ്ട് വാക്യങ്ങൾ കൃത്യമായിട്ട് പൗലോസ് വൈ ഹി ഈസ് നോട്ട് അഷെയിംഡ് ഓഫ് ദി ഗോസ്പൽ എന്നുള്ളത് കുറച്ചുകൂടെ വ്യക്തമാകുകയാണ്. സോ ദ ഫസ്റ്റ് തിങ് നമ്മൾ അവിടെ കാണുന്നത് ദി പവർ ഓഫ് ദി ഗോസ്പൽ. അത് വായിക്കുന്നത് ഇങ്ങനെയാണ്: I am not ashamed of the gospel, for it is the power of God. അല്ലേ? ഒന്ന് വായിച്ചു നോക്കിയേ. Somebody can read in English. I am not ashamed of the gospel, because it is the power of God. Yes, it is the power for salvation. It is the power of God. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് അതൊരു ശക്തിയാണ്, അതൊരു എനർജിയാണ്, അതൊരു ഫോഴ്സാണ്. ആ ശക്തിയെയാണ് ഈ സുവിശേഷത്തിലൂടെ എന്ത് ചെയ്യുന്നത്? പകരപ്പെടുന്നത്. ഇറ്റ്സ് എ പവർ, ദ പവർ ഓഫ് ദി ഗോസ്പൽ, ദ പവർ
യെസ്, ദി പവർ ഓഫ് ഓഫ് ദി ഗോസ്പൽ, ദി പവർ ഓഫ് ദി ഗോസ്പൽ. നമ്മൾ ഈ കർത്താവിന്റെ ശക്തിയെക്കുറിച്ച്, ദൈവശക്തിയാകുന്നു നമ്മുടെ വായിക്കുന്നത്, ദൈവശക്തിയാകും. ഏത്? സുവിശേഷം എന്നുള്ളത് ദൈവശക്തിയാണ്. അനേകരെ രൂപാന്തരപ്പെടുത്താൻ, നാശത്തിൽ നിന്ന് രക്ഷയിലേക്ക് കൊണ്ടുവരാനുള്ള ദൈവശക്തിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവത്തിന്റെ ശക്തി വാസ്തവത്തിൽ വെളിപ്പെടേണ്ടത് പാപത്തിൽ ജീവിച്ചവരെ നിത്യ നരകത്തിലേക്ക് തള്ളിയിടുന്നതിലാണ് ദൈവശക്തി വ്യാപരിക്കേണ്ടത്. കാരണം God's power is shown when somebody is disobeying God. അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കാതെ പാപം ചെയ്യുമ്പോൾ പാപത്തിന്റെ പരിണതഫലമായി വരേണ്ടതാണ് ദൈവശക്തി. ആ ദൈവശക്തിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് അവരെ നരകത്തിൽ ഇടുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, പഴയ നിയമത്തിൽ പാപം ചെയ്താൽ ദൈവശക്തി എങ്ങനെയാ വെളിപ്പെടുന്നത്? സാരമില്ല, നിങ്ങളെല്ലാം ശരിയാക്കാം, ഞാൻ നിങ്ങളെ വളരെ കരുണയോടെ കരുതാമെന്നാണ്. പഴയ നിയമം പാപം ചെയ്താൽ പുറത്താ, അവൻ വെളിയിലാക്കുക, അവനെ കൊല്ലുക, അല്ലെങ്കിൽ അവനെ പുറത്താക്കിക്കളയുക, അവനെ സ്ഥാനഭ്രഷ്ടനാക്കുക, അവനെ അവന്റെ പൊസിഷനിൽ നിന്ന് നീക്കിക്കളയുക, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് തെറ്റ് ചെയ്ത് അവരെ അടുത്ത നിമിഷം പ്രവാസത്തിലേക്ക് വിടുക. സോ ഗോഡ് ഈസ് വെരി ട്രൈങ് ടു പണിഷ്. അപ്പോൾ ഒരു വ്യക്തി താൻ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ, പാപം ചെയ്യുമ്പോൾ, അവനിലേക്ക് ദൈവശക്തി പരിണമിക്കുന്നത് ഇൻ ദ റിസൾട്ട് ഓഫ് പണിഷ്മെന്റ് ഓർ ഇൻ ദ റിസൾട്ട് ഓഫ് making them away from their life or maybe sometime being sending to an exile, ഒരു പ്രവാസത്തിലേക്ക് വിടുക. സോ ദൈവം വാസ്തവത്തിൽ അത് അങ്ങനെയാ ചെയ്യേണ്ടത്. ദൈവത്തിന് മുമ്പിൽ പാപം ചെയ്ത് നാശത്തിലേക്ക്, അല്ലെങ്കിൽ പാപം ചെയ്ത് കൊള്ളരുതാത്തരമായി തീരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വരുമ്പോൾ സത്യത്തിൽ ദൈവശക്തി എന്തിലാ വെളിപ്പെടുത്തേണ്ടത്? അവരെ രക്ഷിക്കുന്നതിലല്ല, അവരെ ശിക്ഷിക്കുന്നതിലാണ് ദൈവശക്തി വെളിപ്പെടുത്തേണ്ടത്. എന്നാൽ ഇവിടെ നോക്കിക്കേ, പുതിയ നിയമത്തിൽ പൗലോസ് പറയുകയാണ്, ഈ ദൈവശക്തി വ്യാപരിച്ചത് ഇറ്റ്സ് നോട്ട് just sending them to the eternal fire, but the God's power is manifested to save. അവരെ രക്ഷിക്കാനായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഈ സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിച്ചത്. സോ ഗോഡ് വാസ് മൂവ്ഡ് ടു സെൻഡ് ഗോസ്പൽ ഓഫ് ഗ്രേസ്. പാപം ചെയ്ത് എല്ലാവരും കൊള്ളരാത്തവരായി തീർന്നപ്പോൾ God was ready to send the gospel of കൃപയുടെ സുവിശേഷം അയക്കാനായി കർത്താവ് കരുണ ചെയ്തു. അപ്പോൾ ഈ ശക്തി, ഇറ്റ് ബ്രിങ്സ് ട്രാൻസ്ഫോർമേഷൻ, ഇറ്റ് ബ്രിങ്സ് ചേഞ്ചസ്. പ്രിയപ്പെട്ടവരെ, അനേക ഇടങ്ങളിൽ ഈ സുവിശേഷമാണ് ആളുകളെ മാറ്റം വരുത്തിയിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അനേകരുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്, അനേകരെ ദൈവം വിടുവിച്ചത് കേട്ടിട്ടുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലൊക്കെ നരഭോജികളായിട്ടിരുന്ന, അല്ലെങ്കിൽ കാനിബൽസ് ആയിട്ട്, മനുഷ്യരെ കഴിക്കുന്ന, മനുഷ്യരെ തിന്നുന്നവരായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് പ്രൈസ് ദി ലോർഡ് അനേക മിഷണറിമാർ ചെന്ന് സുവിശേഷത്തിന്റെ വിത്ത് വിതച്ചപ്പോൾ നരഭോജികളായവർ ദൈവസ്നേഹത്തിലേക്ക് കടന്നു വന്ന് മനുഷ്യരെ സ്നേഹിക്കുന്നവരും സാധാരണപ്പെട്ട മനുഷ്യരാക്കി മാറ്റിയത് അവരിൽ കൊടുത്ത എഡ്യൂക്കേഷനോ അവരിലേക്ക് പകർന്നു കൊടുത്ത മറ്റെന്തെങ്കിലും സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് അല്ല. ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ദി ഗോസ്പൽ ഹാസ് ചേഞ്ച്ഡ് ദം. സോ ഗോസ്പൽ ഹാസ് എ പവർ. സുവിശേഷത്തിന് എന്തുണ്ട്? ശക്തിയുണ്ട്. സുവിശേഷത്തിന് ശക്തിയുണ്ട്. അതാണ് പൗലോസ് പറയുന്നത്, the gospel which I preach, which I am not ashamed of, is the gospel which can deliberate or which can manifest the power of God. അപ്പൊ സുവിശേഷം, the gospel is the power of the gospel. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ let me just have some reflection on that. ഇന്ന് നമ്മൾ കേൾക്കുന്ന സുവിശേഷം എന്താണ്? ഇന്ന് നമ്മൾ കേൾക്കുന്ന സുവിശേഷം the gospel of religion, മതത്തിന്റെ സുവിശേഷമാണ് കേൾക്കുന്നത്. പലപ്പോഴും നമ്മൾ മതത്തിന്റെ സുവിശേഷത്തിൽ വീണുപോയി. കൃപയുടെ സുവിശേഷത്തിനപ്പുറത്തേക്ക് നമ്മൾ മതത്തിൽ അധിഷ്ഠിതപ്പെട്ട സുവിശേഷമാണ് നമ്മൾ കേൾക്കുന്നത്. ഓരോ പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ പരമ്പരകൾ, അതിൻ്റെ മതത്തിൽ ചേർന്ന് നിൽക്കുന്ന സുവിശേഷം, ഓരോരുത്തർക്ക് ഓരോ നിലയിലുള്ള സുവിശേഷം, കൃപയുടെ സുവിശേഷം നമ്മൾ കേൾക്കുന്നില്ല. സോ we often see the gospel of religion. മാത്രമല്ല, nowadays we hear the gospel of materialism.
അല്ലെങ്കിൽ സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ആ, അതിന്റെയൊക്കെ പേരുള്ള സുവിശേഷം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സമൃദ്ധിയുടെ സുവിശേഷം, പ്രോസ്പെരിറ്റി ഗോസ്പൽ. പ്രോസ്പെരിറ്റി സമ്പത്തിലും, അല്ലെങ്കിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങൾക്ക് കർത്താവിനെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നാളെ ഒരു നല്ല ജോലി കിട്ടും, നിങ്ങൾ കർത്താവിനെ വിശ്വസിച്ചാൽ വിസ ശരിയാവും, നിങ്ങൾ കർത്താവിനെ വിശ്വസിച്ചാൽ നിങ്ങൾ അമേരിക്കയിൽ പോകും, നിങ്ങൾ കർത്താവിനെ വിശ്വസിച്ചാൽ നിങ്ങളുടെ മക്കൾ എല്ലാവരും നല്ല രക്ഷപ്പെടും. സോ വി ഹിയർ ദ ഗോസ്പൽ ഓഫ് മെറ്റീരിയലിസം. സോ ഗോസ്പൽ ഓഫ് റിലീജിയൻ നമ്മൾ കേൾക്കുന്നുണ്ട്, ഗോസ്പൽ ഓഫ് മെറ്റീരിയലിസം കേൾക്കുന്നുണ്ട്. ദെൻ വി ഓൾസോ ഹിയർ ദ ഗോസ്പൽ ഓഫ് ലിബറലിസം, മിതത്വവാദം. എങ്ങനെയൊക്കെ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, നമുക്ക് തമ്മിലൊന്നും പ്രശ്നമില്ല, എങ്ങനെയും സ്വർഗം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം, എങ്കിൽ സ്വർഗം ഈ ഹെവൻ എക്സിസ്റ്റ്, വി മേ റീച്ച് ദെയർ. വളരെ മിതത്വമുള്ള, നോട്ട് വെരി സീരിയസ് ഓഫ് ദി സ്പിരിച്വൽ കൺസേൺസ്, വളരെ ലഘുവായി കാണുന്ന സുവിശേഷത്തിന്റെ വ്യാപ്തി നമ്മളിലേക്ക് ചിലപ്പോൾ ഇത് പകരപ്പെടുന്നുണ്ട്. ആർ വി ഏബിൾ ടു റിയലി ഫീൽ ദ പവർ ഓഫ് ഗോസ്പൽ? നമ്മളുടെ സുവിശേഷം ഇഫ് ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ എ ലിബറൽ വ്യൂസ്, എങ്ങനെയും ആയിക്കൊള്ളട്ടെ എന്ന നിലയിലാണെങ്കിൽ ദ ഗോസ്പൽ ഈസ് ട്രൂലി നോട്ട് പെനിട്രേറ്റിംഗ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലേക്ക് അത് പ്രവർത്തിക്കുന്നില്ല. ഗോസ്പൽ ഓഫ് ലിബറലിസം, മിതത്വവാദത്തിന്റെ സുവിശേഷമാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് കേൾക്കുന്നത്. ഓർ എൽസ് ദി ഗോസ്പൽ ഓഫ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പെന്തക്കോസുകാരുടെ സുവിശേഷം. നമുക്കുണ്ട് സുവിശേഷം, നമ്മുടെ ഒരു സുവിശേഷമുണ്ട്, ദ ഗോസ്പൽ ഓഫ് അവർ സൊസൈറ്റി. ഞങ്ങൾ ഇതാണ് വിശ്വസിക്കുന്നത്, നമ്മൾ ഇതാണ്, ഞങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ പാരമ്പര്യം ഇതാണ് വിശ്വസിക്കുന്നത്. ഗോസ്പൽ ഓഫ് ദ സൊസൈറ്റി, ഞങ്ങൾ ഇതിലാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്, വെള്ളയെടുപ്പിടുന്നതും മീശ പഠിക്കുന്നത്. ദാറ്റ് ഇസ് ഓൾ ഫൈൻ. അതൊക്കെ നമ്മുടെ ഒരു ട്രഡീഷന്റെ ഭാഗമാണ്, നമ്മൾ പിന്തുടരുന്ന ഒരു ഹോളി ലൈഫിന്റെ ഒരു സിമ്പിൾസ് ആണ്. ബട്ട് ഡോണ്ട് ബി ഓൾവേസ് ക്ലിങ് ഓൾ അവർ ഗോസ്പൽ ടു ദീസ് തിങ്സ്. ഇതിലേക്കല്ലേ നമ്മൾ പലപ്പോഴും നമ്മുടെ സുവിശേഷം എല്ലാം വെച്ച് കെട്ടാൻ നോക്കുന്നത്. അതാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, വി ആർ ജസ്റ്റ് മൈനറിങ് ദ മേജേഴ്സ് ആൻഡ് മേജറിങ് ദ മൈനേഴ്സ്. എന്ന് പറഞ്ഞാൽ കാതലായ കാര്യങ്ങൾ, സുവിശേഷത്തിന്റെ കാതലായ കാര്യങ്ങളെ മറന്നിട്ട് വളരെ നിസ്സാരമായതിനെയാണ് നമ്മൾ വലിയ കാര്യമായിട്ട് വെച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? സോ ദാറ്റ് ഈസ് ദ ഗോസ്പൽ ഓഫ് സൊസൈറ്റി എന്ന് പറയും, നമ്മുടെ സമൂഹത്തിന്റെ മാത്രം ഒരു സുവിശേഷം. ഗോസ്പൽ ഓഫ് ദ സൊസൈറ്റി, മൈനറിങ് ദി മേജർ ആൻഡ് മേജറിങ് ദി മൈനർ. വളരെ കാതലായിട്ടുള്ള ദൈവവചനത്തിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങൾക്ക് വെള്ളം ചേർക്കുകയും അപ്പോൾ തന്നെ നിസാരമായിട്ടുള്ള വിഷയങ്ങൾക്ക് നമ്മൾ വലിയ പർവ്വതീകരിച്ച് അതിനെ വലിയ സുവിശേഷത്തിന്റെ കൊടുമുടിയിൽ കൊണ്ട് നിർത്തുകയും ചെയ്യുന്നു. സോ ദ ഗോസ്പൽ ഓഫ് സൊസൈറ്റി. എന്നാൽ നോക്കിക്കേ, പൗലോസ് പറയുന്ന സുവിശേഷം വളരെ സിമ്പിൾ അല്ലേ? താൻ പറയുന്ന സുവിശേഷം ദ ഗോസ്പൽ ഓഫ് ഗ്രേസ്, കരുണയുടെ സുവിശേഷം. അവിടെ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവൻ നിങ്ങളുടെ പാപങ്ങളെ വഹിച്ച് നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവൻ മരണത്തെ ഭേദിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, അവൻ വീണ്ടും രാജാതിരാജാവായി വരുന്നു, അവനെ വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടുമെന്നുള്ള വളരെ കൃപയുടെ സുവിശേഷമാണ് വാസ്തവത്തിൽ പൗലോസ് നമ്മളോട് സംസാരിക്കുന്നത്. സോ ദ പവർ ഓഫ് ഗോസ്പൽ ഈസ് സംതിങ് ഡിഫറെന്റ്. ആർ വി ഏബിൾ ടു റിയലി റിയലൈസ് ദി പവർ ഓഫ് ഗോസ്പൽ? റിഫ്ലക്ട് ഓൺ ഇറ്റ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അടുത്തത് ആ വാക്യം, so we have just read, I am not ashamed of the gospel, for it is the power of God. Then next is the power of the gospel. നമ്മൾ ഒന്ന് കാണിച്ചു, ഞാൻ വീണ്ടും അത് റീകളക്ട് ചെയ്യാനായിട്ടാണ് എൻ്റെ ആ സ്ലൈഡിൽ അത് തന്നെ വീണ്ടും വരുന്നത്. സോ നിങ്ങൾക്ക് വീണ്ടും അത് നിങ്ങൾക്ക് തന്നെ അത് ഓർമ്മയിലിരിക്കാൻ പറ്റും. സെക്കൻഡ്, ദ പർപ്പസ് ഓഫ് ദി ഗോസ്പൽ. എന്തിനാണ് ഈ സുവിശേഷം പകരപ്പെടുന്നത്? Ultimately, we know the purpose of the gospel is to show the love of God. ദൈവത്തിന്റെ സ്നേഹം നമ്മളെ അറിയിക്കുന്നതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് എയിം. എങ്കിലും ദാറ്റ് ഓൾസോ റിഫ്ലെക്ട്സ് ടു വൺ സിഗ്നിഫിക്കൻറ്റ് പർപ്പസ്, ദാറ്റ് ഈസ് സാൽവേഷൻ. നമ്മൾ രക്ഷിക്കപ്പെടാനായിട്ടാണ് ഈ സുവിശേഷം നമ്മളിലേക്ക് പകർന്നത്. അതിനകത്ത് ഉൾപ്പെടുന്നതാണ് ദൈവസ്നേഹം. സോ നമ്മൾ അവിടെ പറയുന്നുണ്ട്, ദി പവർ ഓഫ് ഗോസ്പൽ ഫോർ സാൽവേഷൻ. I am not ashamed of the gospel, for it is the power of God for salvation. The purpose of the gospel is for salvation. രക്ഷയ്ക്കായിട്ടാണ് ഈ സുവിശേഷം പകരപ്പെടുന്നത്.
പൗലോസ് പറയുന്നത്, ഞാൻ ഈ സുവിശേഷം പറയുന്നത് ലജ്ജിക്കുന്നില്ല, ബിക്കോസ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് ഫോർ സാൽവേഷൻ. കർത്താവ് ഈ രക്ഷയെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, മാനവരാശി മുഴുവൻ പാപം ചെയ്ത് നിത്യ നരകത്തിലേക്ക് പോകേണ്ടവരായിരുന്നു. നിത്യ നരകത്തിൽ വീഴേണ്ടിരുന്ന നമ്മെ നിത്യരക്ഷയ്ക്ക് ഓഹരിക്കാരായി, നിത്യരക്ഷയ്ക്ക് നമ്മൾ പാത്രരായി, വി ആർ ഏബിൾ ടു റിസീവ് ദി എറ്റേണൽ സാൽവേഷൻ. അപ്പോൾ കർത്താവിനെ വിശ്വസിക്കുകയും ഈ സുവിശേഷം വിശ്വസിച്ചത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടെന്ന്, മുങ്ങിത്താഴുന്ന ഒരു കപ്പലിൽ നിന്ന് അവന്റെ ജീവിതത്തിൽ ആ കപ്പൽ അല്ലെങ്കിൽ ആ കടലിൽ നിന്ന് അവൻ രക്ഷപ്പെടുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അത്ഭുതം, വിടുതൽ എന്താന്ന് ചോദിച്ചാൽ, അവൻ എന്നും പറയും, ഞാൻ ഒരിക്കൽ മരിച്ച് കടലിൽ താണു പോകേണ്ട സാഹചര്യത്തിൽ എന്നെ അതിൽ നിന്ന് ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്, ജീവനിലേക്ക് മടങ്ങി വന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ പൗലോസ് പറയാണ്, he is trying to say the purpose of the gospel which I am not ashamed is to avail the eternal salvation. എന്നേക്കും നിലനിൽക്കുന്ന ആ രക്ഷയുടെ അനുഭവം പ്രാപിക്കാൻ കഴിയുന്നതാണ് ഈ സുവിശേഷത്തിന്റെ മഹാത്മ്യം. എറ്റേണിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം. When you compare your life in this world and life in the eternity, I could say, ഞാൻ പറയാം, it's just not even bigger than a microsecond. മൈക്രോസെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര അറിയാം? ഒരു സെക്കൻഡിനെ 12 ഡിവൈഡ് ചെയ്താൽ, സോ maybe more than that, not the fraction of second, or maybe microsecond. ഒരു സെക്കൻഡിനെ വീണ്ടും 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 ഹരിച്ച് അതിനെ മുറിച്ച് 1000 പ്രാവശ്യമെങ്കിലും മുറിച്ചാൽ എത്ര ഉണ്ടോ ആ സമയം, that could be the comparison of our life in this world and eternity. നിത്യതയും ഈ ലോകവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ജസ്റ്റ് മൈക്രോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൽ നമ്മൾ ഫോർ സേക്ക് നമ്മൾ പറയാ 70 വർഷം വരെ ജീവിച്ചു, 80 വർഷം വരെ ജീവിച്ചു, മേ ബി 100 വർഷമൊക്കെ ജീവിക്കുന്നവരുണ്ട്, 100-ൽ മുകളിൽ ജീവിക്കുന്നവർ. സോ 100 years ജീവിച്ചു, 80 വർഷം ഒക്കെ ജീവിച്ചു. ഈ 80 വർഷം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, നിത്യതയുമായിട്ട് നമ്മളൊന്ന് തട്ടിച്ചു നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, ഇറ്റ്സ് ലെസ് ദാൻ എ ബ്ലിങ്ക് ഓഫ് അവർ ഐ. നമ്മുടെ കണ്ണ് അടച്ചു തുറക്കുന്നതിന് മുമ്പ് തീരുന്ന സമയമാണ്. അതുപോലെ അത്രയും പോലും പറയാൻ പറ്റത്തില്ല വെൻ യു കമ്പയർ വിത്ത് എറ്റേണിറ്റി. സോ വളരെ ഹ്രസ്വമായ ഈ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ, ദി എറ്റേണിറ്റി ദാറ്റ് വി ഹാവ് ഈസ് മച്ച് 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 ബിഗർ. സോ നമ്മൾ രക്ഷിക്കപ്പെടുന്നതാണ് സുവിശേഷത്തിന്റെ പർപ്പസ്. ആർ യു ട്രൂലി എൻജോയിങ് ദാറ്റ് യു ആർ ബീങ് സേവ്ഡ്? നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് ഓർക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ടോ? നമ്മൾ ഈ ലോകത്തിൽ, ഞാൻ പറഞ്ഞില്ലേ, നൈമിഷികമായ ജീവിതം, വളരെ ചെറിയൊരു ജീവിതത്തിൽ ജീവിക്കുന്ന ജീവിതമാണ് ഡിറ്റർമൈൻസ് വെദർ വി ആർ ഏബിൾ ടു അറ്റൈൻ ദാറ്റ് എറ്റേണിറ്റി. നമ്മളോട് ഒരു 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 പസിൽ ചെയ്യാന്ന് വിചാരിച്ചോ. ദൈവം പറയാ, നിങ്ങളൊരു 5 മിനിറ്റ് നന്നായിട്ട് വിശുദ്ധനായിട്ട് ജീവിച്ചാൽ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. 5 മിനിറ്റ് ഒന്ന് മര്യാദയ്ക്ക് ജീവിച്ചാൽ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ, 5 മിനിറ്റ് നമ്മൾ ഈ ലോകത്തുള്ള ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം ഏറ്റു പറഞ്ഞ് അത് പെട്ടെന്ന് വളരെ ഹറിയായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരെയും നമ്മൾ സോൾവ് ചെയ്ത് വിഷയങ്ങളെല്ലാം രമ്യപ്പെടുത്തി, നമ്മൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ട് ദൈവത്തോട് പാപം ഏറ്റു പറഞ്ഞ് നമ്മൾ വിശുദ്ധരായിട്ട് 5 മിനിറ്റ് വിശുദ്ധരായിട്ട് ജീവിച്ചാൽ നമുക്ക് അടുത്ത നിമിഷം നിത്യതയാണ് ലഭിക്കുന്നത്. പ്രിയപ്പെട്ട, 5 മിനിറ്റ് പോലും ഇല്ല ഇൻ കമ്പാരിസൺ ടു ദ എറ്റേണിറ്റി. നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് നമ്മൾ ഈ ലോകത്തിൽ കർത്താവിന്റെ സുവിശേഷത്തിൽ വിശ്വസിച്ച് ജീവിക്കാൻ കഴിഞ്ഞാൽ, വി ആർ ഗെറ്റിംഗ് ദി എറ്റേണൽ സാൽവേഷൻ. നിത്യതയോളം നമ്മെ നിലനിർത്തുന്ന രക്ഷയിലേക്ക് നമ്മൾ എത്തുകയാണ്. സോ പൗലോസ് പറയാണ്, ഈ ഗോസ്പൽ എൻ്റെ കയ്യിലുണ്ട്, ദ വൺ വിച്ച് ക്യാൻ
ഗീവ് പീപ്പിൾ സാൽവേഷൻ. അവർക്ക് രക്ഷ വരുത്തേന്ന സാധനമാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദാറ്റ് ഗോസ്പൽ. ഇന്ന് പല രോഗങ്ങൾക്കും വാക്സിൻ കണ്ടുപിടിച്ചിട്ട്, ഞാൻ ഇതേ ഉദാഹരണങ്ങൾ നേരത്തെ പറഞ്ഞതാ. പല രോഗങ്ങൾക്കും വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസർച്ചിലോ നിങ്ങളുടെ ലബോറട്ടറി എക്സ്പീരിയൻസിലോ വല്ലോ ആർക്കെങ്കിലും ഒരു വാക്സിന്റെ ഫോർമുല നിങ്ങൾക്ക് കണ്ടുപിടിച്ചാൽ ഇറ്റ്സ് വിത്ത് യു. അത് നിങ്ങൾ ലോകത്തെ എന്ത് ചെയ്യും? സർവ്വ ലോകത്തെയും വിളിച്ചറിയിക്കും. പൗലോസ് പറയാണ്, ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദിസ് ഗോസ്പൽ ബിക്കോസ് ഐ ആം ട്രൈങ് ടു കൺവേ ദി മെസ്സേജ് ഓഫ് സാൽവേഷൻ. ദ പർപ്പസ് ഓഫ് ദി ഗോസ്പൽ ഈസ് സാൽവേഷൻ. നിത്യതയോളം എന്നെ ജനത്തെ എത്തിക്കുന്ന ഒന്നാണ് ഈ സുവിശേഷം. അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സോ ദ പവർ ഓഫ് ഗോഡ്. സെക്കൻഡ്, ദി പർപ്പസ് ഓഫ് ദി ഗോസ്പൽ ഈസ് സാൽവേഷൻ. തേർഡ്, first, the power of the gospel. Second, the purpose of the gospel. Three, the plan of the gospel. ഇതിന്റെ പ്ലാൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഇത് ആർക്കൊക്കെയാണ്? Let's see. Everyone, those who believes. To everyone that believes. അതല്ലേ എഴുതിയിരിക്കുന്നത്? For I am not ashamed of the gospel, for it is the power of God for salvation to everyone who believes. So the plan for this gospel is for everyone who believes. ഇതിന്റെ പിന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, വിശ്വസിക്കുക. So the plan of this gospel is to believe Jesus Christ as your Savior. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷയുടെ ആ പ്ലാൻ എത്ര സിമ്പിളാണ്. God never asked for do some rituals. God never asked for to go for a pilgrimage. തീർത്ഥാടനം പോയി മോക്ഷം പ്രാപിക്കാൻ, അവിടെ പോയി പൈസയൊക്കെ കൊടുത്തിട്ട് വരാൻ. ദൈവം ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല നമ്മൾ എന്തെങ്കിലും വലിയ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ പല മതങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. പല മതങ്ങൾ റിച്വൽസ് ചെയ്യണം, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ, ഇതെല്ലാം ചെയ്തെങ്കിലേ മോക്ഷത്തിലേക്ക് എത്താനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ ഹൗ പ്ലെയിൻ ദ ഗോസ്പൽ ഈസ്. ജസ്റ്റ് വിശ്വസിക്കുക. ബിലീവ് ദാറ്റ് ഗോഡ് ഈസ് അവർ സേവിയർ. യേശു എൻ്റെ രക്ഷിതാവാണെന്ന് വിശ്വസിക്കുക. സോ ഗോഡ് കീപ്സ് ദി ഗോസ്പൽ വെരി ഇൻഎക്സ്പെൻസീവ്. നമ്മളെ കൊണ്ട് ഒത്തിരി ചെയ്യിപ്പിക്കാനോ ഒത്തിരി അനുഷ്ഠിക്കാനോ, ഈസി ടു അണ്ടർസ്റ്റാൻഡ്. എന്താണ്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷിക്കപ്പെടാനായിട്ട് കഴിയും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഉള്ളതാണ് ഈ രക്ഷ. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും. യേശു ക്രിസ്തു രക്ഷകനാണ് എന്ന് ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നവർ രക്ഷിക്കപ്പെടും. അപ്പോൾ the gospel, the plan of the gospel is very simple. Just believe. വിശ്വസിക്കുക. അതോടെ പറയുന്നത് എവ്രിവൺ. അത് ഇന്നാർക്കൊന്നും മാറ്റി വെച്ചിട്ടില്ല. ആരെങ്കിലും കർത്താവിനെ വിശ്വസിച്ചാൽ അവൻ രക്ഷിക്കപ്പെടും. ആരെങ്കിലും കർത്താവിനെ വിശ്വസിച്ചാൽ അവന് വേണ്ടിയുള്ളതാണ് ഈ സുവിശേഷം. അപ്പോൾ ഇറ്റ്സ് ഗിവൺ ഫോർ ഓൾ. പൗലോസ് പറയുന്നത് എല്ലാവർക്കും വേണ്ടി ഞാൻ ഇത് നൽകിയിരിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി നൽകിയിരിക്കുന്നതായ ഈ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ബിക്കോസ് ദിസ് ഗോസ്പൽ ഈസ് വെരി പ്ലെയിൻ. This gospel does not ask for money. This gospel does not ask for ritual. The gospel does not ask for any kind of expensive things. നമ്മുടെ എന്തെങ്കിലും ആവശ്യപ്പെടുന്നില്ല. Just believe. Praise the Lord. കർത്താവിനെ വിശ്വസിച്ചത് കൊണ്ട് നിത്യത ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ആഴം എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? കർത്താവിനെ വിശ്വസിച്ച്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, the kind of eternity that is just more than or larger than maybe നമ്മുടെ ആ ഒരു ഈ ലോകത്തിലെ ഒരു ചെറിയ ജീവിതത്തെക്കാട്ടിലും ഇൻഫൈനൈറ്റ് ഉള്ള, ഒരിക്കലും അവസാനിക്കാത്തതായ ആ നിത്യതയുടെ രക്ഷ അവെയിൽ ചെയ്യാനായിട്ട് we have been asked only just to believe. നമുക്കറിയാം ഈ ലോകത്തിൽ ഒത്തിരി ഡിമാൻഡ് ഉള്ളത് ഭയങ്കര പാടാണ് കിട്ടാൻ, അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പം IAS ജോലിക്കാരനാകണം. IAS
ഭയങ്കര ഡിമാൻഡുള്ളതാണോ IAS ഓഫീസർ, IPS ഓഫീസർ? എളുപ്പമാണോ? ദ പ്രോസസ്, അതിനകത്തൂടെ കടന്നു പോകേണ്ട പ്രോസസ്സ് എത്രമാത്രമുണ്ട്, അത് എത്രമാത്രം എഫേർട്ട് എടുത്തിട്ട് വേണം ആ ഒരു ഓഫീസർ ലെവലിലേക്ക് നമുക്ക് പോകാൻ. ഡിമാൻഡ് ഉള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈലി പ്രൊഫൈലായിട്ടുള്ളൊരു ജോലി വിത്ത് സാലറിയൊക്കെ ഉള്ള ഭയങ്കര വലിയ ജോലി, ഹൈലി ഡിമാൻഡ് ഉള്ളൊരു ജോലി, വരുന്നവരില്ലെങ്കിൽ താല്പര്യമുള്ളവരില്ലെങ്കിൽ പോരെ, അങ്ങനെയാണോ? There will be a very strict execution and scrutiny. വളരെ ടഫായിട്ടുള്ള ഒരു ഇന്റർവ്യൂ തന്നെ അവിടെ ഉണ്ടാവും. കാരണം ദേ നീഡ് എ വെരി പ്രൈം ആൻഡ് ദ ക്രീം ആയിട്ടുള്ള ഒരാളെയാണ് അതിന് വേണ്ടത്. അതിനുവേണ്ടി ദേ വിൽ മേക്ക് അതെ എത്രയും ടഫ് ആക്കാമോ, ആ ഇന്റർവ്യൂ പ്രോസസ്സ് എത്രയും ടഫ് ആക്കാമോ അത്രയും ടഫ് ആക്കിയിട്ടേ അവർ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് ഒരാളെ എന്ത് ചെയ്തിട്ടുള്ളൂ, തിരഞ്ഞെടുക്കത്തുള്ളൂ. എന്നാൽ ഈ ലോകത്തിലെ ഒരു ജോലിയെക്കാട്ടിൽ, IAS ഓഫീസറോ ഏതെങ്കിലും ഒരു പദവിയെക്കാട്ടിൽ എത്രയോ പതിമടങ്ങ് ശ്രേഷ്ഠമാണ് നിത്യതയിൽ നമുക്ക് ചെല്ലാൻ കഴിയുന്നു എന്ന് പറയുന്നത്. അതിന്റെ പ്രോസസ്സ് എന്താ? എത്ര സിമ്പിളാക്കി കർത്താവ് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ബിലീവ്, വിശ്വസിച്ചാൽ മതി, എല്ലാവർക്കും അവിടെ കയറാം. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഈസ് വൈ ദ ഗോസ്പൽ which is that I am not ashamed is a plain, or it is very simple. The plan of the gospel is very simple. Praise the Lord. മുന്നോട്ട് പോകാം. So the gospel which Paul is not ashamed of is the power of the gospel, the purpose, because of the power of the gospel, because of the purpose of the gospel, and because of the plan of the gospel, that whoever believes in him. And fourthly, the pledge of the gospel. അതിന്റെ ആ പ്ലെഡ്ജ് എന്താണ്, അതിന്റെ ആ പ്രഖ്യാപനം എന്താണ്? സോ അതിന്റെ ആ ഡിക്ലറേഷൻ നോക്കിക്കേ. അടുത്ത വാക്യം, salvation to everyone who believes, to the Jew first and also to the Greek. സോ അത് ആക്ച്വലി ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആകുന്ന ഒരു വാക്യമാണ്. To the Jew first and to the Greek. That simply means no one is beyond the reach of the gospel. ആർക്കും ഈ സുവിശേഷം എത്തപ്പെടുന്നതിൽ നിന്ന് തടയപ്പെടുന്നില്ല. സോ നോ വൺ ഈസ് ബിയോണ്ട് ദ റീച്ച് ഓഫ്, ആർക്കും സുവിശേഷം ലഭ്യമാകത്തില്ല എന്നുള്ള സാഹചര്യമില്ല. എല്ലാവർക്കും സുവിശേഷം എത്താൻ കഴിയും. ബട്ട് ഹിയർ, ഇവിടെ നമ്മളൊരു പദം വായിച്ചത്, വി ഹാവ് ടു ജസ്റ്റ് ക്ലാരിഫൈ ദാറ്റ്. ഫസ്റ്റ് ടു ദി ജൂ and also to the Greek. So എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് God didn't give the gospel to the Jew in reference of priority. മുൻഗണനയുടെ അടിസ്ഥാനത്തിലല്ല യഹൂദന്മാർക്ക് സുവിശേഷം കൊടുത്തത് ആദ്യം. It is he gave the gospel in reference to the time. അതാണ്. അപ്പോൾ യഹൂദന്മാർക്ക് എന്തോ വലിയ കൊമ്പുണ്ടായതുകൊണ്ടല്ല അവർക്ക് ആദ്യം കൊടുത്തത്. ഇറ്റ്സ് ഗോഡ് നെവർ ഗേവ് ദി ഗോസ്പെൽ ഇൻ റെഫറൻസ് ടു ദി പ്രയോറിറ്റി. മുൻഗണനയുടെ പരിഗണനയിലല്ല യഹൂദന്മാർക്ക് ആദ്യം എന്ന് പറയുന്നത്, മറിച്ച് സമയത്തിന്റെ പരിഗണനയിൽ. കാരണം ചരിത്രം മുഴുവൻ യഹോവയായ ദൈവത്തിന്റെ ഇടപെടൽ ചരിത്രത്തിലൂടെ സഞ്ചരിച്ചത് മുഴുവൻ യഹൂദന്മാരുടെ ചരിത്രത്തിലൂടെയാണ്. സോ ദ ടൈം that God has been, the history of the people of God was revolving around the Jews. ദൈവത്തിന്റെ ഇടപെടലിന്റെ ചരിത്രം തന്റെ ജനത്തോടുള്ള ബന്ധത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നത് യഹൂദന്മാരായതുകൊണ്ട്, because of the time they are considered as the first, not because of the priority. അപ്പോൾ കാലഘട്ടത്തിന്റെ പോക്കിൽ ജനത്തോടുള്ള ദൈവത്തിന്റെ ബന്ധത്തിന്റെ ചരിത്രം കാലഘട്ടത്തിൽ യഹൂദന്മാർക്കാണ് ആദ്യം വെളിപ്പെട്ടതുകൊണ്ട്, ആദ്യമാണ് നൽകപ്പെട്ടതുകൊണ്ട്, ബിക്കോസ് ഓഫ് ദാറ്റ് നോർമലി യഹൂദന്മാർക്ക് ആദ്യവും, ദെൻ ടു എവ്രി വൺ. ബട്ട് നോക്കിക്കോണം, യഹൂദന്മാർക്ക് വെച്ചു കൊടുത്തത് അവർ റിജക്റ്റ് ചെയ്തു, യഹൂദന്മാർക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചത് അവർ തള്ളിക്കളഞ്ഞു. സോ ഗോഡ് മേഡ് അവരെ ഒരു സൈഡിലാക്കിയിട്ട് ദൈവം വിജാത്യരെ എന്ത് ചെയ്തു? ഈ സുവിശേഷത്തിന്റെ പാത്രരാക്കി, ഇതിന്റെ ഓഹരിക്കാരാക്കി, ഇതിന്റെ റിസീവേഴ്സ് ആക്കി, വിജാത്യരായ
അനേകരെ ദൈവം തെരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, അത് അവിടെ സംഭവിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ രാത്രികാലം ഞാനും നിങ്ങളും കർത്താവിനെ സേവിക്കാനായി, കർത്താവിനെ അറിയപ്പെടാനായിട്ട് ഇടയായി തീർന്നത്. ഭാരതത്തിൽ നമ്മുടെ പിതാക്കന്മാരുടെ അടുക്കലേക്ക് ഈ സുവിശേഷം എത്തിയത്, അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ ഈ സുവിശേഷം കേട്ടത്, the one which was rejected by the Jews, God has extended to the Greek and the Gentiles. ജാതിയർക്ക് ഇത് വിഭാജനം ചെയ്ത് കൊടുത്തത് കൊണ്ട് we are privileged. അതുകൊണ്ട് സുവിശേഷം നമ്മുടെ ഇടയിലേക്ക് എത്തത്തില്ലെന്നില്ല. There is no any reach, or no one is beyond the reach of the gospel. പ്രിയപ്പെട്ടവരെ, ആ ഭാഗ്യകരമായ സുവിശേഷം കേൾക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചു എന്ന് പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, യഹൂദന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന, യഹൂദന്മാർ മാത്രം വിശ്വസിക്കാൻ പര്യാപ്തമായിരുന്ന ഈ സുവിശേഷത്തെ കർത്താവ് എല്ലാവർക്കും വേണ്ടി വിഭാജനം ചെയ്തപ്പോൾ, ഒരിക്കൽ ഒരുപക്ഷെ യഹൂദന്മാർ വേണ്ട എന്ന് തിരസ്കരിച്ചപ്പോൾ, ഹല്ലേലൂയ, ദൈവം നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ സുവിശേഷത്തെ പകർന്നു കൊടുത്തത് കൊണ്ട് ഞാനും നിങ്ങളും വളരെ ലക്കിയാണ്. ബിക്കോസ് വി വെർ ഏബിൾ ടു റിസീവ് ദാറ്റ് ഗോസ്പൽ. നമുക്ക് എന്ത് ശ്രേഷ്ഠതയാണ് പറയാനുള്ളത്? നമ്മൾ വലിയ പറയുമായിരിക്കും, നമ്മളങ്ങ് വലിയ കുടുംബത്തിലെ പകലോ മറ്റും, അതുപോലെ തന്നെ പല പല കുടുംബങ്ങൾ ഏഴരപ്പള്ളിക്കാരൊക്കെ ആണെന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും. ബട്ട് നോ, അതൊന്നുമില്ല. കർത്താവിന്റെ കൃപ ജാതിരായ നമ്മളെ തേടി എത്തിയത് കൊണ്ടാണ് നമ്മൾ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ കർത്താവിന്റെ സ്നേഹം അറിഞ്ഞത്. The pledge of the gospel, no one is beyond the reach of the gospel. Gospel is for all, regardless of caste, color, anything. ജാതിയോ മതമോ നിറമോ ഒന്നുമില്ലാതെ ഇത് എല്ലാവർക്കും വേണ്ടി കൊടുക്കാൻ തയ്യാറായതുകൊണ്ട് ഇന്ന് എത്രയോ പേർ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. പ്രൈസ് കൾച്ചർ, പ്രൈസ് നമ്മുടെ ഭാരതത്തിന്റെ കൾച്ചറിലൊക്കെ സുവിശേഷം എത്തിച്ചേരുക വെരി ബാക്ക്. നമ്മൾക്ക് ഒത്തിരി പുറകിലായിരുന്നു. ഭാരത സംസ്കാരത്തിലോട്ടൊക്കെ ഈ സുവിശേഷം എത്തിയത്, കൾച്ചർ വിച്ച് വി ലിവ്ഡ് ഇസ് വെരി ഡിഫറെന്റ്. അവിടേക്കെല്ലാം സുവിശേഷം ഓടിയെത്താൻ കഴിഞ്ഞെന്ന് പറയുമ്പോൾ how lucky we are, how privileged we are. The pledge of the gospel is for everyone. So that is what it is written, first to the Jew first, and also to the Greek. Finally, we can just look into the last point that would be in this 17th verse. That is the product of the gospel. What we read out, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദി പ്രോഡക്റ്റ് ഓഫ് ദിസ് ഗോസ്പൽ ഈസ് റൈച്ചസ്നെസ്. നമ്മൾ നീതീകരിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അതൊത്തിരി എനിക്ക് പറയാൻ ഇഷ്ടമുള്ള ഒരു ഭാഗമാണ്. ഞാൻ ഈ റോമാലേഖനം മൊത്തം നീതീകരണമാണ്. അതുകൊണ്ട് ഇനി ഒത്തിരി നമ്മളത് വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെങ്കിൽ നീതീകരണം എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു പ്രിവിലേജും ഇല്ല. വി ആർ നോട്ട് വേർതി ഓഫ് റിസീവിങ് ദ ഗോസ്പൽ. പക്ഷെങ്കിൽ നമ്മൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ വി ആർ കൺസിഡർ ആസ് റൈച്ചസ്. നമ്മുടെ കഴിഞ്ഞ പാപങ്ങളെല്ലാം ദൈവം അങ്ങ് ഡിലീറ്റ് ചെയ്തു. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ നിത്യ നരകത്തിലേക്ക് പോകേണ്ട, പാപത്തിന്റെ ശമ്പളമായ മരണം വരിക്കേണ്ടവരായ നമ്മളെ ദൈവം എന്തു ചെയ്തു? നീതിമാനാക്കി. പ്രൈസ്, കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെട്ട് നരകത്തെ വീഴേണ്ടിയിരുന്ന നമ്മെ ദൈവത്തെ വിശ്വസിച്ചത് കൊണ്ട്, ദൈവത്തിന് വേണ്ടി നമ്മൾ ഹൃദയത്തെ സമർപ്പിച്ചത് കൊണ്ട്, ഗോഡ് ഡിക്ലെയർഡ് ആസ് ദാറ്റ് വി ആർ റൈച്ചസ്. നമ്മൾ നീതീകരിക്കപ്പെട്ടത്. ലോകത്തിൽ നമ്മൾക്ക് പലപ്പോഴും മനുഷ്യരെ നീതീകരിക്കുന്നതിൽ നമുക്ക് തടസ്സമുണ്ട്. എത്ര നമ്മളോട് സോറി പറഞ്ഞാലും, എത്ര നമ്മൾ ക്ഷമിക്കാമെന്ന് പറഞ്ഞാലും, ദ ക്ലിയർ റൈച്ചസ്നെസ് അല്ലെങ്കിൽ നീതീകരിക്കാം, ഓക്കെ, ഐ ആം ടോട്ടലി ഓക്കെ എന്ന് പറയുന്ന ലെവലിൽ വരുന്നത്. കർത്താവ് പറയാം, നിങ്ങൾ പാപം ചെയ്ത് നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ നീതീകരിച്ചു. ദ ഗോസ്പൽ, ദ പ്രോഡക്റ്റ് ഓഫ് ദ ഗോസ്പൽ ഈസ് വി ആർ ഏബിൾ ടു ബി റൈച്ചസ്. നമ്മൾ പാപമില്ലാത്തവരായി നീതീകരിക്കപ്പെട്ടു. എന്നിട്ട് ഒരു വാക്ക് ഞാനത് ഒത്തിരി ചിന്തിച്ച് അതെങ്ങനെ അങ്ങനെ അത് ഹൗ കുഡ് ഐ എക്സ്പ്ലെയിൻ ദാറ്റ്. അവിടെ പറയുന്നത്, അത് ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടു. സി ദ ഫെയ്ത്ത് ടു ഫെയ്ത്ത് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. എങ്ങനെയല്ലേ കുഞ്ഞുങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഫെയ്ത്ത് ടു ഫെയ്ത്ത്.
വിശ്വാസത്തിനായും വിശ്വാസം ഹേതുവായും For faith. വിശ്വാസത്തിനായിക്കൊണ്ടും. ഫെയ്ത്ത് ടു ഫെയ്ത്ത്. വാട്ട് ഈസ് ദാറ്റ്? ഞാൻ Faith മനസ്സിലാക്കുന്നത് for ഫെയ്ത്ത് ടു ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ തുടക്കം മുതൽ, വിശ്വാസ ജീവിതത്തിന്റെ ആരംഭം മുതൽ, വിശ്വാസ ജീവിതത്തിന്റെ അവസാനം വരെ. സോ രക്ഷ നമുക്ക് വേണ്ടി പകരപ്പെടുന്നത് the faith that we engage in the beginning, വിശ്വാസത്തിൽ ആദ്യം ആരംഭിക്കുന്നു, ആ വിശ്വാസത്തിന്റെ അവസാനം വരെ. ഫെയ്ത്ത് ടു ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ആരംഭം മുതൽ വിശ്വാസത്തിന്റെ അവസാനം വരെ. വിശ്വാസത്തിന്റെ ആരംഭം മുതൽ വിശ്വാസത്തിന്റെ അവസാനം വരെ. Praise the Lord. അപ്പോൾ the product of the gospel is that we are called as righteous. നമുക്ക് കിട്ടിയ ഗിഫ്റ്റാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടു. നമുക്ക് കിട്ടിയ നീതീകരണത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഫെയ്ത്ത് ടു ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ആരംഭം മുതൽ വിശ്വാസ ജീവിതത്തിന്റെ അവസാനം വരെ. വി ആർ കൺസിഡർ ആസ് റൈച്ചസ്, നീതീകരിക്കപ്പെട്ടവനായി കാണാൻ കഴിഞ്ഞു. കർത്താവിനെ വിശ്വസിച്ചതുകൊണ്ട്, ഈ സുവിശേഷത്തെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ഇതെല്ലാം മനസ്സിൽ സംഗ്രഹിച്ചിട്ട് പറയാണ്, why then I should be ashamed of the gospel? Because the gospel is the power of God. The gospel, the purpose of the gospel is to attain salvation. The plan of the gospel is for everyone who believes, and the pledge of the gospel is there is no one beyond the reach of the gospel. സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് പര്യാപ്തം അല്ലെങ്കിൽ പരിമിതി ഇല്ലാതെ എല്ലാവർക്കും ഇത് വെളിപ്പെടുകയാണ്. And the product of the gospel is called to be righteous. So Paulus പറയാണ്, I am not ashamed of this gospel because the gospel is worth sharing. അത് പങ്കുവെക്കപ്പെടാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മേ ബി ദിസ് കുഡ് ബി എ ചലഞ്ച് ഫോർ യു. നമ്മൾ കേട്ട സുവിശേഷം, അതിന്റെ ശക്തി എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മൾ കേട്ട സുവിശേഷത്തിന്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മൾ കേട്ട സുവിശേഷത്തിന്റെ പ്ലാൻ എന്തായിരുന്നു നമ്മൾ അറിയണം. നമ്മൾ കേട്ട സുവിശേഷത്തിന്റെ പ്രതിജ്ഞ എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മൾ കേട്ട സുവിശേഷത്തിന്റെ അനുഭവം, അതിന്റെ റിസൾട്ട് എന്താണെന്നും നമ്മൾ അറിയണം. കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം.